കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 10-ാമത്തെ വാക്യം. 2 നിവർത്താതെ 7:14 എന്നെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തും. സ്തോത്രം. നമ്മൾ യോനായുടെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ ഒരു നിലവേ രാജ്യം, ആ രാജ്യത്തിലെ ആളുകൾ ദുർമാർഗികളും വഷളത്തം പ്രവർത്തിക്കുന്നവരും അതിക്രമക്കാരുമായിരുന്നു. വലിയവനാകുന്ന ദൈവം യോനയോട് പറഞ്ഞു, നീ നിനവയിലേക്ക് ചെന്ന് അതിനെതിരെ പ്രസംഗിക്കുക. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവേ രാജ്യം ഉന്മൂലമാകുമെന്ന് വിളിച്ചു പറയാൻ കൽപ്പിച്ചു. അതെ, അവനെ നിനവയിലേക്ക് ചെന്നു. ഒരു ദിവസത്തെ വഴിദൂരം നടന്ന ആ മഹാപട്ടണത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവേ രാജ്യം ഉന്മൂലമാകും. ഈ വർത്തമാനം നിനവേ രാജാവ് കേട്ടു. രാജ്യത്തെ സർവ്വജനങ്ങളും അറിഞ്ഞപ്പോൾ ഭയപ്പെട്ടു. രാജാവ് വലിയൊരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. അങ്ങനെ സർവ്വജനവും രട്ടുപുതച്ച് അവരെ ഭക്ഷണം വെറുത്ത് വെള്ളം കുടിക്കാതെ ദൈവസന്നിധിയിൽ ഉപവസിച്ച് അവരുടെ പാപങ്ങളെക്കുറിച്ച് അനുതപിച്ച് ദൈവസന്നിധിയിൽ കരഞ്ഞു. അവരുടെ പാപങ്ങളെ വിട്ടുതിരിഞ്ഞു എന്ന പ്രവൃത്തികളാൽ ദൈവം കണ്ടപ്പോൾ അവർക്ക് വരുത്തുമെന്ന് അനർത്ഥം വിചാരിച്ച് ദൈവം നിശ്ചയിച്ച അനർത്ഥത്തെക്കുറിച്ച് ദൈവം എന്ത് ചെയ്തു? അനുതപിച്ചു. അവർക്ക് വരുത്തിയതുമില്ല. പ്രിയമുള്ളവരെ, ദൈവത്തെയും നമ്മെയും തമ്മിൽ അകറ്റി നിർത്തിയിരിക്കുന്നത് പാപമാണ്. പല അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ തടയപ്പെട്ടിരിക്കുന്നത് പാപനിമിത്തമാണ്. പല വഴികളും ജീവിതത്തിൽ തുറക്കപ്പെടാത്തത് പാപനിമിത്തമാണ്. നമ്മുടെ ജീവിതത്തിൽ അത് പലപ്പോഴും പല രോഗങ്ങളിലൂടെ നമ്മുടെ പാപനിമിത്തം ദൈവം സന്ദർശിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെതായ നന്മയുടെ വഴികൾ തുറക്കപ്പെടാതെ അടഞ്ഞു കിടക്കുന്നതിൻ്റെ കാരണമാകാം. നമ്മുടെ ജീവിതത്തിലെ നമ്മുടേതായ സാമ്പത്തികം ഉണ്ടാകുന്നതായ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ വഴികളിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ കുഴിഞ്ഞു പോകുന്ന അവസ്ഥ പലപ്പോഴും ദൈവത്തിൻ്റെതായ സന്നിധിയിലെ ദൈവമയച്ചതായ ആ സന്ദർശത്തിൻ്റെ ഒരു ഭാഗമാകാം. പലപ്പോഴും നമുക്കെതിരെ നമ്മുടെ പാപനിമിത്തം ശത്രുക്കളെ എഴുന്നേൽപ്പിച്ചെന്ന് വരാം. ഇങ്ങനെയൊക്കെ സംഭവിച്ചതായിട്ട് തിരുവനന്തപുരത്തിൽ അങ്ങോളം ഇങ്ങോളം കാണുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ, ഈ വചനങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് വചനത്തിൽ പറഞ്ഞു ഇപ്പോഴാകുന്ന സുപ്രസാര കാലം, ഇപ്പോഴാകുന്ന രക്ഷാദിവസം, അറിയായ്മയുടെ കാലങ്ങൾ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടേണ്ട മനുഷ്യരോട് കൽപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു വീണ്ടിക്കുന്ന ഓർത്ത്, ഏത് പാപത്തിൽ വീണ്ടിക്കുന്ന ഓർത്ത് മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് തിരിയുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ നാളുകൾ ദൈവം അനുഗ്രഹങ്ങളുടെ വാതിൽ തുറന്നു തരും. നന്മയുടെ വഴികൾ തുറന്നു തരും. ഉയർച്ചയുടെ വാതിലുകൾ തുറന്നു തരും. അതിന് യാതൊരു സംശയവുമില്ല. സ്തോത്രം. നമ്മളെ ദൈവദിനം വായിക്കുമ്പോഴേ കാണുവാനായിട്ട് കഴിയുന്നതായ ഭാഗം ഹന്ന എന്ന് പറഞ്ഞതായ ആ സ്ത്രീ ഒരു തലമുറയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കരഞ്ഞ് നിലവിളിച്ചതിൻ്റെ ഫലം, ഉപവസിക്കുകയും കരയുകയും പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലം, തന്നെ താഴ്ത്തിയ ദിവസം കരഞ്ഞതിൻ്റെ ഫലം എന്ത് ചെയ്തുണ്ടായി? അവരുടെ ജീവിതത്തിൽ ദൈവം ഒരു അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ നൽകുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. നമ്മൾ പാപിനിയായ സ്ത്രീ പരീശന്റെ വീട്ടിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന യേശുവിൻ്റെ പിറകിലിരുന്ന് അവരുടെ പാപത്തെക്കുറിച്ച് കരഞ്ഞ് അവരുടെ കാൽപാദത്തിൽ കണ്ണുനീരൊഴുക്കി അവരുടെ തലയിലെ മുടി കൊണ്ട് പാദം തുടച്ച് അവരുടെ കയ്യിലുണ്ടായിരുന്ന പരടിയിലെ പരമളതൈലം കാലിൽ പൂശി ദൈവത്തിന്റെ കർത്താവിൻ്റെ കാൽക്കൽ താണിരുന്നു. അത് കണ്ടിരുന്നതായ പരീശന് പല കമൻസും പറയാനുണ്ടായിരുന്നു. എന്നാൽ യേശുവിനോട് പറഞ്ഞു,
സ്ത്രീ എന്നിന്റെ പാപം ഞാൻ മോചിച്ചു തന്നിരിക്കുന്നു. ആ പാപമോചനം അവരുടെ ജീവിതത്തിന് വലിയൊരു വഴിത്തിരിവായിരുന്നു. ഇതാ അവൾക്ക് മാർത്ത എന്ന് പറഞ്ഞൊരു സഹോദരി ഉണ്ടായിരുന്നു. ഇതാ ലാസർ എന്ന് പറഞ്ഞൊരു സഹോദരൻ ഉണ്ടായിരുന്നു. ആ സ്ത്രീ മുഖാന്തരം ആ ഭവനത്തിൽ യേശുവിനെ പ്രവേശിപ്പാനുള്ള വഴികൾ തുറക്കപ്പെടുവാനിടയായി. യേശുവിന്റെ ദൈവശബ്ദം കേൾക്കുവാനുള്ളതായ വഴിത്തിരിവിടെ ഉണ്ടാകാനിടയായി. ഇത് അവരുടെ സഹോദരൻ ലാസർ അതെ മരണപ്പെട്ട കല്ലറയിൽ അടക്കപ്പെട്ടപ്പോൾ യേശുവിന്റെ അടുക്കൽ സന്ദേശം അയച്ച് ഇതാ യേശുവിന്റെ അടുക്കൽ ആ സഹോദരിമാരുടെ അപേക്ഷയുടെ മുമ്പിൽ കർത്താവ് കരഞ്ഞു, മനസ്സലിഞ്ഞു. ആ കല്ലറയിൽ കിടന്നിരുന്ന ഇത് നാറ്റം 4-ാം ദിവസമായിരുന്ന ആ ലാസറിനെ അതിൻ്റെ കല്ലറകൾ ചെന്നിട്ട് വലിയവനായ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഇതാ അവനോട് കൽപ്പിച്ചു, ലാസറെ നീ പുറത്തു വരിക എന്ന് പറഞ്ഞു. അങ്ങനെ ജീവനുള്ളവനായി ലാസറിനെ അവർക്ക് തിരികെ ലഭിക്കാനിടയായി. എന്താ? ഒരു മറിയയുടെ മാനസാന്തരം. ആ മറിയയുടെ മാനസാന്തരം മാർത്തയിൽ ചലനമുണ്ടാക്കി. ആ മാർത്തയിലും മറിയയിലുണ്ടായ ചലനം ലാസറിൽ ചലനമുണ്ടാക്കി. അതേ സ്തോത്രം. ആ കുടുംബത്തിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തിന്റെ സ്ഥിതി ഈ നാളുകൾ എങ്ങനെയിരിക്കുന്നു? നിങ്ങളുടെ തലമുറയുടെ സ്ഥിതി എങ്ങനെയായിരിക്കുന്നു? സഹോദര, സഹോദരി, നിന്റെ ജീവിതത്തിൽ നീ പലതിനെ ചൊല്ലി ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക, പലതിനെ ചൊല്ലി വിഷമിച്ചുകൊണ്ടിരിക്കുക. ജീവിതത്തിൽ ഉയർച്ചയില്ലാതെ, ജീവിതത്തിൽ ഒരു മുന്നേറ്റമില്ലാതെ നീ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക. അതേ നിന്റെ അതേ സഹോദര, സഹോദരി, നീ നാളുകളായി ശരീരത്തിന് സൗഖ്യമില്ലാതെ ബലഹീന രോഗിയുമായിരിക്കുക. എന്നാൽ യേശുവിന്റെ സന്നിധിയിൽ താഴുവിൻ. താണാൽ, കരഞ്ഞാൽ, നിലവിളിച്ചാൽ നിന്റെ വിഷയത്തിന് ശാശ്വതമായ പരിഹാരമുണ്ട്. നിന്റെ വിഷയത്തിന് ശാശ്വതമായ വിടുതലുണ്ട്. ജീവിതത്തിലെ സ്വസ്ഥതയില്ലാതെ, പലതിനെ ചൊല്ലി സ്വസ്ഥതയില്ലാതെ, പലതിനെ ചൊല്ലി സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന ജീവിതമേ, കർത്താവിൻ്റെ സന്നിധി നിനക്ക് സമാധാനമുണ്ട്. കർത്താവിൻ്റെ സന്നിധി നിന്റെ ജീവിതത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുന്ന വിഷയത്തിൽ ഉത്തരമുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നുവാ, കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവീൻ. എന്നാൽ കർത്താവിൻ്റെ ജീവിതത്തിൻ്റെതായ വിഷയത്തിന് പരിഹാരമുണ്ടാക്കി നിനക്ക് ശാശ്വതമായ സമാധാനം തരും. ഈ വചനങ്ങളാൽ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ.